2025 ബെസ്റ്റ് എന്ന് തോന്നിയ 10 സിനിമകളാണ്. 10ാമത് വരുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. ജിത്തു അഷ്റഫാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. പോലീസ് സ്റ്റോറി ആയിരുന്നു ഈ സിനിമ പറഞ്ഞത്. കുഞ്ചാക്കോ ബോബന്റെ നമ്മൾ ഇതിനു മുമ്പ് കാണാത്തൊരു വെറൈറ്റി ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റി. 9ാമത് വരുന്നത് മൂൺ വാക്കാണ്. AK വിനോദാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു തീമായിട്ട് വരുന്നത്. കുറെ പുതുമുഖങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. 8ാമത് വരുന്നത് മമ്മൂട്ടിയുടെ കളങ്കാവലാണ്. ജിതിൻ കെ ജോസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഒരു സൈക്കോ കില്ലറുടെ കഥ പറയുന്ന ഈ സിനിമ മമ്മൂട്ടിയുടെ ഒരു ഗംഭീര പെർഫോമൻസ് കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. 7ാമത് വരുന്നത് ഡൈസ് ഇറയാണ്. രാഹുൽ സദാശിവനാണ് ഈ ഹൊറർ ഫിലിം ഡയറക്ട് ചെയ്തത്. പ്രണവ് മോഹൻലാൽ, ജിബിൻ ഗോപിനാഥ് എന്നിവരുടെയൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ നമ്മൾ കണ്ടത്. 6ാമത് റോന്താണ്. ഷാഹി കബീറാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു അവരുടെ ഗംഭീര പെർഫോമൻസ് ഉണ്ട്. ഒരു പോലീസുകാരൻ എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. 5ാമത്തേത് ലോക ചാപ്റ്റർ 1 ആണ്. ഡൊമിനിക് അരുണാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കള്ളിയങ്കാട്ട് നീലി, ചാത്തൻ, ഒടിയൻ അങ്ങനെ കുറെ മിത്തുകളെ പുതിയ രീതിയിൽ പ്രസന്റ് ചെയ്തൊരു സിനിമ തന്നെയായിരുന്നു ലോക. കല്യാണി പ്രിയദർശൻ കിടിലൻ ഒരു ക്യാരക്ടർ ആയിരുന്നു. ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്നൊരു സിനിമയാണ്. 4ാമത് വരുന്നത് തുടരുവാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാലിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയൊരു സിനിമയാണ്. അടിപൊളിയായിട്ട് തരുൺ മൂർത്തി സിനിമ പ്രസന്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കിടിലൻ മൂവി തന്നെയായിരുന്നു തുടരും. 3ാമത് വരുന്നത് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയാണ്. ഫാസിൽ മുഹമ്മദാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു മുസ്ലിം കുടുംബത്തിൽ നടക്കുന്ന ഒരു ചെറിയ കഥയാണ്, പക്ഷേ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു ആ സിനിമക്ക്. 2ാമത് വരുന്നത് പൊന്മാനാണ്. ജ്യോതിഷ് ശങ്കറാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തത്. ബേസിൽ ജോസഫിന്റെ ഗംഭീര പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ്. 1ാമത്തേത് എക്കോയാണ്. ദിൽജിത്ത് അയ്യത്താൻ ഡയറക്ട് ചെയ്ത് സന്ദീപ് പ്രതാപ്, വിനീത്, നരേൻ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിലെ എല്ലാവരെയും. ഒരു 10 വർഷത്തെ മലയാള സിനിമയുടെ ലിസ്റ്റ് എടുത്താലും നമ്പർ 1 മൂവി എന്ന് തന്നെ പറയാൻ പറ്റും എക്കോ. ഈ സിനിമ കാണാത്തവരുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് 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 വാച്ച് മൂവിയാണ് എക്കോ. പിന്നെ എന്റെ ലിസ്റ്റിലില്ലാത്ത ഏതെങ്കിലും ഒരു ഗംഭീര സിനിമ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം.